إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തെ ഒരു ഉത്സവമാക്കുക എന്ന ഒരു മനസ്സോടുകൂടിയാണ് പലപ്പോഴും സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണാനും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനും ആളുകൾക്ക് നമുക്ക് കഴിയാതെ പോകുന്നു എന്നത് പലപ്പോഴും ഒരു യാഥാർത്ഥ്യമാണ്. വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി കുട്ടികൾ നമ്മോടൊപ്പം ഉണ്ട്. അവരെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആസ്വാദനത്തിന്റെ, ആഘോഷത്തിന്റെ ഒരു സാധ്യത എവിടെയാണ് എന്ന ഒരു ഗവേഷണത്തിലാണ് പലപ്പോഴും ആളുകളെ ഇത് തോന്നിപ്പോകും. എവിടെയാണോ ഒരു ചെറിയ ആഘോഷത്തിന് അവസരം ലഭിക്കുക, തന്റെ ദേഹേച്ഛയെ തൃപ്തിപ്പെടുത്താൻ, മനസ്സിന്റെ ഇഷ്ടങ്ങളെ, തോന്നിവാസങ്ങളെ, ദേഹേച്ഛയുടെ താല്പര്യങ്ങളെ പ്രീതിപ്പെടുത്താൻ എവിടെയാണോ അവസരമുള്ളത് അവിടെയെല്ലാം അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ആളുകളുടെ ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് എല്ലാം ആഘോഷമാണല്ലോ, എല്ലാം ആഘോഷമാണ്, ആഘോഷമല്ലാത്തതൊന്നുമില്ല. ഞാൻ പറയുന്നത് പരിധി വിട്ട ആഘോഷങ്ങളെ കുറിച്ചാണ്. ഇവിടെ വിവാഹങ്ങൾ ആഘോഷമാണ്, ജനനം ഒരാഘോഷമാണ്, ജന്മദിനങ്ങൾ ഓരോ വർഷവും ആഘോഷിക്കപ്പെടുകയാണ്, വിവാഹ വാർഷികങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം ആഘോഷിക്കപ്പെടുന്നു, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നത് ആഘോഷമാണ്, അടക്കുന്നത് ആഘോഷമാണ്. പലതരത്തിലുള്ള മതങ്ങളുടെ അതല്ലാത്തതിന്റെ എല്ലാം ആചാരങ്ങൾ, ആരാധനകൾ പലതും ആഘോഷിക്കപ്പെടുകയാണ്. പല പല തരത്തിലുള്ള വാർഷികങ്ങൾ, ആനിവേഴ്സറികൾ ആഘോഷിക്കപ്പെടുകയാണ്. എവിടെയെല്ലാം ഒരു കലണ്ടറിലെ കറുപ്പക്ഷരങ്ങൾക്ക് ചുവപ്പ് നിറമുണ്ടോ, എവിടെയെല്ലാം ഒരു പ്രത്യേക ദിനം ആവർത്തിക്കപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം അതെങ്ങനെ ആഘോഷിക്കപ്പെടണമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. സ്കൂളിൽ പ്രവേശനം ആഘോഷിക്കപ്പെടുന്നത് പോലെ സെന്റ് ഓഫുകൾ ആഘോഷിക്കപ്പെടുക. 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും സെന്റ് ഓഫ് ആണ്. UKG കുട്ടി
ചെറിയ പ്രീ പ്രൈമറിയിലെ കുട്ടി ക്ലാസ് അവസാനിക്കുമ്പോ അവിടെയും സെന്റ് ഓഫ് ആണ്, DJ ആണ്, മ്യൂസിക് ആണ്, അതിനനുസരിച്ചുള്ള ഡാൻസ് ആണ്, പാട്ടാണ്, കൂത്താണ്. എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലായിടത്തും ആളുകൾക്ക് ഒരു കേക്ക് മുറിച്ചാലേ സംതൃപ്തിയാകുള്ളൂ. എല്ലായിടത്തും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി പാട്ട് വെച്ച് അതിന്റെ താളമേളങ്ങൾക്കനുസരിച്ച് നൃത്തം ചെയ്താൽ, ഡാൻസ് ചെയ്താലേ ആളുകൾക്ക് അതൊരു ഉത്സവമായി തോന്നുകയുള്ളൂ, അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അല്ലേ? പാർട്ടി വേണം, ഭക്ഷണം വേണം, ഡ്രസ് കോഡ് വേണം, ശബ്ദമുഖരിതമാകണം, ഇങ്ങനത്തെ ഒരവസ്ഥയാണ്. ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ യാത്രയാണ്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഫുഡാണ്. ആണും പെണ്ണും ഇടകലർന്ന മിങ്കളായി അങ്ങനെ എല്ലാവിധ മതത്തിന്റെ, ധാർമ്മികതയുടെ, സദാചാരത്തിന്റെ, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെയും പരിധികളെയും ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണ്. നോക്കൂ എന്താ നടക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത്? മനുഷ്യൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ഇച്ഛക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. തനിക്ക് രസം തോന്നുന്നത്, തനിക്ക് ഇഷ്ടം തോന്നുന്നത്, തനിക്ക് ആസ്വാദനം തോന്നുന്നത്, തന്റെ മനസ്സിനും ദേഹേച്ഛകൾക്കും നല്ലതായി തോന്നുന്നത് എന്താണോ അതൊക്കെ ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ പുതിയ ജീവിതത്തോടുള്ള സമീപനം എന്ന് പറയുന്നത്. ഇത് മതത്തിനെതിരാണോ? ഇതെന്റെ പരലോകത്തെ ബാധിക്കുമോ? ഇതെനിക്ക് അല്ലാഹു അനുവദിച്ചു തന്നിട്ടുണ്ടോ? ഇതെന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുമോ? ഇതിന്റെ രക്ഷിതാക്കൾ കാണുന്നുണ്ടോ? ഇത് ധാർമ്മിക നിയമങ്ങൾക്ക് യോജിക്കുന്നതാണോ? ഇങ്ങനത്തെ ചിന്തകൾക്കൊന്നും യാതൊരുവിധ പ്രസക്തിയുമില്ല. ഇത് കുട്ടികൾ മാത്രമല്ല, പലപ്പോഴും മുതിർന്നവരും ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ്. തനിക്ക് ആഘോഷിക്കണം, ആസ്വദിക്കണം, പൊളിക്കണം, തകർക്കണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ മുതൽ മുതിർന്നവർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിന് ഭീകരമായ പര്യവസാനമാണ് ഉണ്ടാവുക. ഇതിങ്ങനെ പോയാൽ എവിടെ എത്തും? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. മതത്തിന്റെ എല്ലാ നിയമങ്ങളെയും തകർത്ത് എല്ലാവിധ സാമൂഹിക മര്യാദകളും മറന്ന് മുതിർന്നവരുടെ, അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കാതെ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഇതിന്റെ ഭാവി എന്തായിരിക്കും? ഇതെവിടെയാണ് എത്തിപ്പെടുക എന്ന ചിന്തക്ക്, ആലോചനക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇപ്പൊ നോക്കൂ, പലതും നമുക്ക് ഇഷ്ടമില്ലാത്തത് സമൂഹത്തിൽ നമ്മൾ കാണുകയാണ്. ഈ രണ്ട് കാഴ്ചകളുടെയും പിന്നിലെ മനഃശാസ്ത്രം ഒന്നാണ്. രണ്ട് കാര്യങ്ങളുടെയും, ഒരു ഭാഗത്ത് ആഘോഷത്വര, ഒരു ഭാഗത്ത് പരമാവധി ആസ്വദിക്കണം, ജീവിതത്തെ പരമാവധി അതിന്റെ ഓരോ നിമിഷം എൻജോയ് ചെയ്യണമെന്ന ഒരു മനസ്സ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് ആസ്വദിക്കും, സന്തോഷിക്കും എന്ന ഒരു മാനസികാവസ്ഥ. മറുഭാഗത്ത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വാർദ്ധക്യത്തിന്റെ, ജീവിതത്തിന്റെ അവസാന നാളുകളിലെത്തിയ മാതാപിതാക്കളുടെ തടസ്സമാണെന്ന് തോന്നുമ്പോൾ അവരെ വൃദ്ധസദനങ്ങളിൽ എറിയുന്നു. തന്റെ ആസ്വാദനങ്ങൾക്ക് തടസ്സമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പലപ്പോഴും മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നത്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഇവിടെ ലഹരി വ്യാപിക്കുന്നത്. വർദ്ധിക്കുന്ന കഞ്ചാവിനെ കുറിച്ച്, രാസലഹരിയെ കുറിച്ച്, MDMA യെ കുറിച്ച്, മാരകമായ മറ്റു പലതരത്തിലുള്ള ചെറിയ ചെറിയ കുട്ടികളെ പോലും ആഴത്തിൽ സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുള്ള ലഹരി വസ്തുക്കളെ കുറിച്ച് നമ്മൾ പരാതി പറയുമ്പോ ഈ രണ്ടു ഭാഗത്തും വർക്ക് ചെയ്യപ്പെടുന്നത് ഒരേ മനഃശാസ്ത്രമാണ്. ജീവിതത്തെ പരമാവധി ആസ്വദിക്കണമെന്ന ചിന്തയാണ്. നിയന്ത്രണങ്ങളില്ലാത്ത ആഘോഷമാണ് പലപ്പോഴും നൈറ്റ് ലൈഫ് എന്ന കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത്. ഇവിടെ ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാകുന്നത്, ഇവിടെ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, ഇവിടെ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്നത്, ലൈംഗികമായ അരാജകത്വം ഉണ്ടാകുന്നത്. എങ്ങനെ ഉണ്ടാകുന്നത്? ഇത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ആ ആസ്വാദനത്തെ തടയുന്ന, ആഘോഷങ്ങളെ തടഞ്ഞു വെക്കുന്ന മറ്റ് ഏതൊരുവിധ നിയമങ്ങളും തനിക്കൊരു പ്രയാസമാണ്, അതിന്റെ ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നിടത്ത് ഇങ്ങനത്തെയുള്ള അരാജകത്വങ്ങൾ നമ്മൾ കാണും. സ്വന്തം കുഞ്ഞിനെ കൊന്നൊടുക്കി ഇന്നലെ പരിചയപ്പെട്ടവന്റെ കൂടെ ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാകുന്നത്, ഭാര്യയെയും മക്കളെയും കൊന്നൊടുക്കി മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത്.
അതൊക്കെ ഈ എല്ലാം ആസ്വദിക്കാനുള്ളതാണ് എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണ്. സഹോദരങ്ങളെ, നാം ജീവിക്കേണ്ടത് നമ്മുടെ ഇച്ഛകളെ പിൻപറ്റിയല്ല, നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾക്കനുസരിച്ചല്ല ജീവിതത്തെ ചുവടുപിടിപ്പിക്കേണ്ടത്, ജീവിതത്തെ കരുപിടിപ്പിക്കേണ്ടത്. മുന്നോട്ടുള്ള ഓരോ ചുവടും നമ്മൾ വെക്കേണ്ടത് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പിൻപറ്റിയാണ്. ഹവയെ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഐഹിക ജീവിതവും പാരത്രിക ജീവിതവും പ്രയാസകരമായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വല തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ്. നീ നിന്റെ ഇഷ്ടങ്ങളെ പിന്തുടർന്ന്, തന്നിഷ്ടത്തെ, തന്റെ ഇച്ഛയെ പിന്തുടർന്ന്, ഹവയെ പിന്തുടർന്ന് ജീവിക്കുകയാണെങ്കിൽ അത് നിന്നെ അല്ലാഹുവിന്റെ നേരായ മാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിച്ചു കളയും. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അല്ലാഹു മുന്നോട്ട് വെച്ച, അല്ലാഹു നമുക്ക് പഠിപ്പിച്ച അവന്റെ മാർഗനിർദ്ദേശങ്ങളെ മാറ്റിവെച്ച് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ ഒഴിവാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നിർദ്ദേശങ്ങളെ പടിക്കു പുറത്തു നിർത്തി ഇസ്ലാമിക നിയമങ്ങളെ പുച്ഛിച്ചു തള്ളി സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേക്കാൾ വഴിപിഴച്ചു പോയവനാരുണ്ട് എന്ന് അല്ലാഹു നമ്മോട് ചോദിക്കാൻ. മതം പറയുന്നത് ഇതിനെതിരാണ്. അല്ലാഹു പഠിപ്പിക്കുന്നത് ഇതല്ല, ജീവിതത്തിൽ ഇതല്ല, മതത്തിന്റെ നിർദ്ദേശങ്ങൾ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വഴി ഇതല്ല എന്നറിഞ്ഞിട്ടും തന്റെ ഇഷ്ടമനുസരിച്ച് ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അവനേക്കാൾ വഴിപിഴച്ചു പോയവനാരുണ്ട് എന്ന് അല്ലാഹു ചോദിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമുൻ തതജാറാ ബിഹിം തിൽകൽ അഹ്വാ കമാ യതജാറൽ കൽബു ബിസ്വാഹിബിഹി. ഒരു വളർത്തുനായ തന്റെ യജമാനന്റെ കൂടെ എപ്പോഴും അയാളെ ചേർന്ന് എങ്ങനെ സഞ്ചരിക്കുന്നുവോ എന്നതുപോലെ ഇച്ഛകൾ, ദേഹേച്ഛകൾ, ഹവ ഒരുവൻ മനുഷ്യനെ പിന്തുടർന്ന് ജീവിക്കുന്ന വിധത്തിൽ ഒരു ജനത എന്റെ സമൂഹത്തിൽ നിന്നുണ്ടാകും, എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകും. എന്റെ ഉമ്മത്തിൽ നിന്ന്, മുസ്ലിം ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം പുറത്തു വരും. അവരെ നയിക്കുന്നത് അവരുടെ ഹവയായിരിക്കും, തന്നിഷ്ടമായിരിക്കും, അവരുടെ ദേഹേച്ഛയായിരിക്കും. എത്രത്തോളം പ്രവാചകൻ പറയാണ്, ലാ യബ്ഖാ മിൻഹു അറഖുൻ വലാ മഫ്സലുൻ ഇല്ലാ പിന്നെ ദഖലഹു. അവന്റെ ഓരോ സന്ധികളിലും ആ ഹവ പ്രവേശിക്കുമെന്നാണ്. അവന്റെ ഓരോ രോമകൂപങ്ങളിലും വിയർപ്പിച്ചു വീഴുന്ന, ഓരോ വിയർപ്പ് പൊടിയുന്ന ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലേക്കും ആ ഹവ പ്രവേശിക്കും, അവന്റെ ദേഹേച്ഛ പ്രവേശിക്കും. അപ്പൊ സ്വാഭാവികമായും മതമല്ലാത്ത ഒരു ജീവിതമായിരിക്കും അവനക്കുണ്ടാവുക. പിന്നെ അവനക്ക് ദീൻ എന്നുള്ളത് ഒരു ഭാരമായിരിക്കും, മതത്തിലെ നിയമങ്ങൾ ഒരു പ്രയാസമായിരിക്കും. എങ്ങനെ ഇവിടെ നിരാസത്തിന്റെ ചിന്തകൾ ചെറുപ്പക്കാരുടെ മനസ്സിൽ പൊട്ടിമുളക്കുന്നത്? മതനിരാസം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ? യുക്തിവാദമാണ് മതത്തേക്കാൾ നല്ലത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ? നിരീശ്വരവാദമാണ് ദൈവവിശ്വാസത്തെക്കാൾ സൃഷ്ടാവുണ്ട് എന്ന ബോധത്തെക്കാൾ, വിശ്വാസത്തെക്കാൾ നല്ലത് എന്ന് പഠനം നടത്തി, ഗവേഷണം നടത്തി, അന്വേഷണം നടത്തി, ദീർഘകാല പഠനത്തിന്റെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. തന്റെ ദേഹേച്ഛക്ക് നല്ലത് മതത്തെ ഒഴിവാക്കലാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ്, നിസ്കരിക്കാൻ വയ്യെന്ന് തോന്നുമ്പോഴാണ് നമസ്കാരം വേണോ എന്ന് ചിന്തിക്കുന്നത്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തന്റെ ജീവിതത്തെ അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ സാധിക്കാത്തവൻ അവൻ മതത്തിന്റെ പുറത്തേക്ക് ചാടി അതിനെ പരിഹസിക്കുന്നു, അത് ശരിയല്ലെന്ന് പറയുന്നു, ഇത് യുക്തിയല്ലെന്ന് പറയുന്നു. ഏതാണ് യുക്തി എന്ന് പഠിച്ചിട്ടല്ല, ഏതാണ് യുക്തി എന്ന് അന്വേഷിച്ചിട്ടല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ നിലക്കുള്ള ഒരു പഠനം നടത്തിയാൽ അതിന്റെ സാർവകാലികത, അതിന്റെ നിത്യഹരിത സ്വഭാവം ലോകത്തെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും യോജിക്കുന്ന സുന്ദരമായ ദൈവികമായ മാർഗനിർദ്ദേശമാണ് മതമെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ടാ ലോകത്ത് സെലിബ്രിറ്റികൾ കൂട്ടം മതത്തിലേക്ക് കടന്നു വരുന്നത്. മതത്തെ വിമർശിച്ചിരുന്ന ശക്തമായ വിമർശകർ ഇസ്ലാമിനെ പുൽകുന്നത്. ആരാണ് നിഷ്പക്ഷമായി പഠിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അത് ബോധ്യപ്പെടും. എന്തുകൊണ്ട് ഈ ചിന്തയുണ്ടാകുന്നു? തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നത് ജീവിതത്തിന്റെ ഒരു അജണ്ടയായി, ലക്ഷ്യമായി, സമീപനമായി സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലത് മതത്തിന്റെ പുറത്തു നിൽക്കലാണ്. നമ്മുടെ സുഹൃത്തുക്കളെ, ഒരു ഭാഗം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഒരു ഭാഗത്ത് തന്നിഷ്ടത്തെ പിൻപറ്റുകയും മറുഭാഗത്ത് മതനിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുക എന്നത് ഏറെക്കാലം നിലനിർത്തി പോകാൻ ഒരു മനുഷ്യന് കഴിയില്ല, ഒരു വിശ്വാസിക്ക് കഴിയില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൽ നിന്നും പുറത്തു ചാടേണ്ടി വരും.
ഞാൻ പറയുന്നത് 100% ഇതിനോട് നീതി പാലിച്ചും കൂറുപാലിച്ചും ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. 100% മനുഷ്യന് സാധ്യമോ ഇല്ലയോ എന്നുള്ളതല്ല. 100% ഒരുപക്ഷേ ചില വീഴ്ചകൾ സംഭവിക്കും, അത് മാനുഷികമാണ്. അത് അള്ളാഹു നമ്മെക്കുറിച്ച് വിശേഷിപ്പിച്ച സംഗതിയാണ്. അതിനാണ് തൗബ എന്നൊരു സംഗതി ഇസ്ലാമിൽ കൊണ്ടുവന്നത്. അതിനാണ് ആഫു എന്ന് പറയുന്ന ഒരു വിശേഷണം അള്ളാഹുവിനുള്ളത്. അള്ളാഹു ആഫു ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യും. തൗബ ചെയ്യുക, തെറ്റുപറ്റിയാൽ നിങ്ങൾ നന്മകൾ വർദ്ധിപ്പിക്കുക എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. യമനിലേക്ക് പോകുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ നൽകുന്ന മഹത്തായ ഒരു ഉപദേശമുണ്ട്. മുആദേ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെ പോയാലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം. വഅത്ബഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, നിന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ നീ നന്മ ചെയ്യണം. സമ്പത്തിലേക്ക് ഹറാമ് വന്നാൽ സദഖ കൊടുക്കണം. വാക്കിൽ വീഴ്ച വന്നുപോയാൽ ഇസ്തിഗ്ഫാർ നടത്തണം, അദ്കാറുകൾ വർദ്ധിപ്പിക്കണം. തെറ്റുപറ്റിയാൽ നന്മകൾ വർദ്ധിപ്പിക്കുക. തംഹുഹാ, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. മനുഷ്യൻ ഒരിക്കലും തെറ്റു ചെയ്യാത്തവനാണ് എന്നല്ല, അത് പരമാവധി കുറക്കാൻ, പിടിച്ചു നിൽക്കാൻ, ദേഹേച്ഛയെ പിടിച്ചു കെട്ടാൻ, അതിന് കടിഞ്ഞാണിടാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നന്മകളെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നോക്കൂ, ഓരോ രോമകൂപങ്ങളിലേക്കും രോമക്കുത്തുകളിലേക്കും ഓരോ ജോയിന്റുകളിലേക്കും ദേഹേച്ഛ ഇടിച്ചു കയറിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞു, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനെ പൂർണ്ണമായി തകർത്തു കളയുന്ന 3 കാര്യങ്ങൾ. ഒന്ന് പിശുക്കാണ്, 2 വഹവൻ മുത്തബ, മനുഷ്യൻ പിന്തുടരുന്ന ഹവയാണ്, ഇച്ഛയെ പിന്തുടരുക. മതനിയമങ്ങൾക്കപ്പുറം സ്വന്തം ആസ്വാദനത്തിന് വേണ്ടി, ആഘോഷത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ നിയമങ്ങൾക്കപ്പുറത്തേക്ക്, മതത്തിനപ്പുറത്തേക്ക് ചിന്തിച്ച് ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ ഓരോ തലവും ഉപയോഗപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, ആ സ്വഭാവത്തെ ഖുർആൻ പ്രവാചകൻ പഠിപ്പിച്ചത് മുഹ്ലികാത്ത്, ആ മനുഷ്യനെ ആ സ്വഭാവം നശിപ്പിച്ചു കളയുന്നു. പിന്നെ അയാൾക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല, അയാൾക്ക് നോമ്പെടുക്കാൻ പിന്നെ ഇഖ്ലാസ് കിട്ടൂല, അയാൾക്ക് സ്വതക്ക ചെയ്യാനുള്ള മനസ്സുണ്ടാവൂല. അയാൾ മതത്തെ വിമർശിച്ചുകൊണ്ടിരിക്കും, മതപ്രബോധകരെ വിമർശിച്ചുകൊണ്ടിരിക്കും, പള്ളിക്കമ്മറ്റിനെ വിമർശിച്ചുകൊണ്ടിരിക്കും, മദ്രസ സംവിധാനങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കും. എല്ലാ നന്മകൾക്കും അയാൾ എതിരായിരിക്കും. എന്താ അയാൾ വിചാരിക്കുക? ഞാനാണ് ശരി, ഞാനാണ് ശരി. ദേഹേച്ഛ നമ്മുടെ മേൽ അതിജയിച്ചാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ആ ഒരവസ്ഥയിലേക്കാണ് മാറുക. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ഇത്തിബാഉൽ ഹവാ വതൂലുൽ അമൽ. നിങ്ങളെ കുറിച്ച് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവരാകുമെന്നതാണ്. വതൂലുൽ അമൽ, ദീർഘമായ അധികമായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിങ്ങൾക്കുണ്ടാകുമെന്നതാണ് നിങ്ങളെ കുറിച്ചുള്ള എന്റെ ഏറ്റവും വലിയ ഭയമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു, അമ്മാ ഇത്തിബാഉൽ ഹവാ ഫയസുദ്ദ അനിൽ ഹഖ്. നിങ്ങൾ ഇച്ഛയെ പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ദേഹേച്ഛക്ക് നിങ്ങളുടെ തന്നിഷ്ടങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ, സത്യത്തിൽ നിന്ന് അത് നിങ്ങളെ തടഞ്ഞു നിർത്തും. ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. സത്യം മനസ്സിലായാലും അതിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. കാരണം എന്താ? അയാൾക്ക് ആസ്വാദനങ്ങളുടെ പിറകെ പോകുന്നവനാണ്, തന്നിഷ്ടങ്ങളുടെ പിറകെ പോകുന്നവനാ. അതിനെ മാറ്റിവെച്ച് സത്യത്തിന്റെ, ദീനിന്റെ, മതത്തിന്റെ നിയമങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരിക്കലും അയാൾക്ക്. ഒരു മനുഷ്യൻ അധികമായ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ, അമിതമായ പ്രതീക്ഷകൾ ഉണ്ടായാൽ അയാൾ പരലോകത്ത് മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ താബിഈകളിലെ മഹാനായ പണ്ഡിതനാണ്, പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള പേരാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, യാ അബാ സഈദ് അയ്യുൽ ജിഹാദി അഫ്ദൽ. അദ്ദേഹത്തോട് ചോദിക്കാണ്, ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? അല്ലേ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബദറിനെ നമ്മൾ പറയാറുണ്ട്, ഉഹദിനെ നമ്മൾ പറയാറുണ്ട്, ഖന്ദഖ് നമ്മൾ അനുസ്മരിക്കാറുണ്ട്, തബൂക്ക് നമ്മൾ പറയാറുണ്ട്. സ്വഹാബിമാർ ജീവൻ നൽകിയത്, രക്തം നൽകിയത്, സമ്പത്ത് നൽകിയത്, അല്ലേ, കൈ നഷ്ടപ്പെട്ടത്, കാല് നഷ്ടപ്പെട്ടത്, വർഷങ്ങളോളം ശത്രുവിന്റെ ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ് രോഗശയ്യയിൽ പീഡിതരായി കഴിഞ്ഞുകൂടിയ സ്വഹാബത്തിനെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ഏതാണത് ഏറ്റവും വലിയ ജിഹാദ്? ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകം, ജിഹാദു ഹവാ,
സഹോദരങ്ങളെ, നമ്മളൊക്കെ ചെയ്യേണ്ട ജിഹാദാണ്. നിന്റെ ദേഹേച്ഛയോട് നീ നടത്തുന്ന ജിഹാദ്. സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ആളുകളെല്ലാവരും സന്തോഷം കണ്ടെത്താൻ എന്താണോ ചെയ്യുന്നത്, എന്തൊക്കെയാണോ ആസ്വദിക്കുന്നത്, എവിടെയൊക്കെയാണോ ആഘോഷിക്കുന്നത്, എന്തെല്ലാമാണോ ഉത്സവമായി കൊണ്ടു നടക്കുന്നത്, അതിന്റെ കൂടെ കൂടാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിലുണ്ടാകും, ഒരു ഇച്ഛ നമ്മുടെ ഉള്ളിലുണ്ടാകും. അതിനെ പിടിച്ചു കെട്ടണം. ജിഹാദു ഹവാ, നിന്റെ ഇച്ഛയോട് നീ നടത്തുന്ന ജിഹാദ് ഉണ്ടല്ലോ, അതാണ് അഫ്ളലുൽ ജിഹാദ് എന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പഠിപ്പിക്കാൻ. അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹയുടെ ഒരു 2 വരി കവിതയുണ്ട്. വമിനൽ ബലാഇ വലിൽ ബലാഇ അലാമത്തുൻ. ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്ന് അറിയാമോ? അതിന് പലതരത്തിലുള്ള അടയാളങ്ങളുണ്ട്. അല്ലാ യറാലക അൻ ഹവാക നുസുഉ. നിനക്ക് ഹവയെ പിന്തുടരുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, തന്നിഷ്ടമനുസരിച്ച് ദേഹേച്ഛയെ പിൻപറ്റാതെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം അതാണ്. അല്ലേ? ഡോക്ടറെ അടുത്ത് പോയി ക്യാൻസർ 4th സ്റ്റേജിലായെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലാഹു മാറ രോഗങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ഏറ്റവും വലിയ പരീക്ഷണം. അല്ല, നമ്മൾ നമ്മുടെ അല്ലാഹുവിന്റെ നിയമങ്ങളെ മാറ്റിവെച്ച് ദേഹേച്ഛയെ പിൻപറ്റി ജീവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ പരീക്ഷിക്കപ്പെട്ടവൻ. വലിയ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിയുന്നവനല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നവനല്ല, കുടുംബ പ്രശ്നങ്ങളിൽ മനസ്സുഴലുന്നവനല്ല, ജീവിതത്തിൽ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവനല്ല. സ്വന്തം ഇച്ഛകളെ പിൻപറ്റി ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ പരീക്ഷണത്തിൽ അകപ്പെട്ടവനെന്ന് മഹാനായ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയാൻ. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് നൈറ്റ് ലൈഫുകളുടെ കാലമാണ്. നമുക്കൊരു സുഹൃത്ത് പറയാണ്, കേരളത്തിലെ ഒരു ബീച്ചിനെ കുറിച്ച് ഞാൻ പേര് പറഞ്ഞില്ല, ആരോ അന്വേഷിച്ചു പോയോ കണ്ട എന്നാ പറഞ്ഞറിയോ? രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ അവിടെ പകല് പോലെ വെളിച്ചമാണ്. കവിതാക്കൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും കൈകോർത്ത് തോളോട് തോള് ചേർന്ന് അവരുടെ കാമലീലകൾ പങ്കുവെച്ച്. ആരാണവർ? ഭാര്യയും ഭർത്താവുമാണല്ല, ഏതോ വാപ്പാന്റെ ഉമ്മേന്റെ വ്യത്യസ്തരായ 2 മക്കൾ. രാത്രി ദീർഘമായ സമയം ഉറക്കമൊഴിച്ച് ഒന്നാലോചിച്ച് നോക്കി. ഞാൻ ഒരിക്കൽ ഒരാളുടെ കൂടെ യാത്ര ചെയ്തു. അയാൾ എനിക്ക് വഴിയിൽ വെച്ച്, കുറച്ച് രാത്രിയുള്ള യാത്രയാണ്, വഴിയിൽ വെച്ച് വളരെ ലൈറ്റ് ആയിട്ടാണ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങാം. അപ്പൊ അദ്ദേഹം എനിക്കൊരു ജ്യൂസ് വാങ്ങി. ഇവിടെ ജ്യൂസ് കിട്ടും. നിനക്ക് എങ്ങനെ പരിചയം? ഞാനിവിടെ ഇടക്കൊക്കെ വന്ന് രാത്രി വന്ന് ജ്യൂസ് കഴിച്ചു പോകാറുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്ര ദൂരമുണ്ട്? 25 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ജ്യൂസ് കഴിക്കാൻ 25 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു രീതി. ഇതിലൊക്കെ എന്താണുള്ളത് സുഹൃത്തുക്കളെ? ഇതിലൊക്കെ എന്ത് നന്മയാണുള്ളത്? ഒരു ചായ കുടിക്കാൻ 50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ചായയുടെ വിലയോ 500 രൂപയാണ്, 1000 രൂപയാണ്. ചെറുപ്പക്കാരോട് ചോദിച്ചു, എന്നേക്കാൾ കൂടുതൽ അവർക്കറിയും. ഏതോ ഒരു മൃഗത്തിന്റെ മലത്തിൽ നിന്നെടുത്ത കാപ്പിക്കുരു പൊടിച്ചുണ്ടാക്കിയ ചായയുടെ വില 1000 രൂപയാണ്. എന്നിട്ട് അത്തരം കോഫി ഷോപ്പുകളുടെ മുന്നിൽ ക്യൂ ആണ്. 100 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇത് ആസ്വദിക്കാൻ വേണ്ടി ആളുകൾ വരിക. എന്തു നന്മയാണ്! പണം എവിടെയാണ് ആളുകൾ പൊടിച്ചു കളയുന്നത്? ഏത് കാര്യങ്ങളിലാണ് ആളുകൾ സന്തോഷം കണ്ടെത്തുന്നത്? എന്തൊരു ലൈഫാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. വിവാഹങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വല്യമ്മയും പേരക്കുട്ടിയും ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ, വല്യാപ്പയും പേരക്കുട്ടിയും ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ. എവിടെ? വിവാഹത്തിന്റെ വേദികളിൽ. നിക്കാഹ് കഴിച്ചു കൊടുക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറയും. ചില ഹംദും സ്വലാത്തൊക്കെ ചൊല്ലും. നിക്കാഹ് കഴിഞ്ഞാലോ പിന്നെ ഇതാ കാണുക. എന്തു ദീനാണ്! എവിടെയും ഈ തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, LKG കുട്ടി UKG കുട്ടിക്ക് എന്താ പറയാ സെന്റ് ഓഫ് നടത്തി അവൻക്ക് DJ വെച്ചുകൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒക്കെ നമ്മൾ വിചാരിച്ച കുറെ തടയുമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രക്ഷിതാക്കൾക്ക് ഇതിലൊക്കെ വലിയ റോളുണ്ട്. DJ എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ലെവൽ എന്താ? അത് ഇന്ത്യ രാജ്യത്തെ പല മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ ക്ലബുകളിലെ പബ്ബുകളിലെ ഡാൻസാണ്. 18 മണിക്കൂർ 20 മണിക്കൂർ സംഗീതത്തിന്റെ അകമ്പടിക്കനുസരിച്ച് നൃത്തം ചെയ്യാം. അവിടെ 18 മണിക്കൂർ ഡാൻസ് തളർന്നു പോകൂലെന്നാണ്. അങ്ങനെ തളർന്നു പോകാതിരിക്കാനാ MDMA വന്നത്. അങ്ങനെ തളർന്നു പോകാതിരിക്കാനാ രാസലഹരി വന്നത്. ഏത്? ഈ പറയുന്ന DJകൾക്കനുസരിച്ച്. പലപ്പോഴും മുമ്പ് വാർത്ത കാണില്ല. കൊച്ചിയിലെ ലേമറീഡിയനിൽ റൈഡ് നടത്തി, ലഹരി പിടിച്ചു,
DJ-യിൽ പങ്കെടുത്ത ആളുകളെ, സെലിബ്രിറ്റികളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ. കേരളത്തിൽ നടന്ന ഒരു വാഹനാപകടം, അത് പിന്നീട് കൊലപാതകമാണെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു ഹോട്ടല്, കൊച്ചിയിലൊരു ഹോട്ടലിൽ ചർച്ച ഓർക്കുന്നുണ്ടാവും. ഇവിടേക്ക് എന്താ നടക്കുന്നത്? ലഹരിയാണ്. സംഗീതം തന്നെ വലിയ ലഹരിയാണ്. അത് ഈ DJ ഡാൻസിനനുസരിച്ച് കുട്ടികളെങ്ങനെ നൃത്തം വെക്കുമ്പോ നിങ്ങൾ അവരെങ്ങനെ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. മദ്യത്തെക്കാൾ മാരകമായ ലഹരിയാണ് ഈ മ്യൂസിക്. അതിന്റെ ചെറിയ വേർഷനുകളാ. സ്കൂളിൽ ലഹരി ഉണ്ട് എന്നല്ലേ പറഞ്ഞത്, ലഹരി ഉപയോഗിക്കുന്നതല്ലേ പറഞ്ഞത്. പക്ഷെ ഇതിന്റെയൊക്കെ ചെറിയ വേർഷനുകൾ 4ാം ക്ലാസ്സിലെ, UKG-യിലെ, 7ാം ക്ലാസ്സിലെ, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, ഇതിനല്ല എന്റെ കുട്ടിയെ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയത് എന്ന് പറയാൻ നട്ടലുള്ള 10 രക്ഷിതാക്കൾ ഒരു സ്ഥാപനത്തിനുണ്ടായ ഇതൊക്കെ അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം ഒന്നേ ഉള്ളൂ. അതിങ്ങനെ പലതിന്റെയും പുറകെ പോയി നശിപ്പിച്ചു കളയാനുള്ളതല്ല. ജീവിതത്തിൽ ആസ്വാദനം അത് ആരാധനകളിലാകണം. ജീവിതത്തിന്റെ ആസ്വാദനം അത് നന്മകളിലാകണം. ജീവിതത്തിന്റെ ആസ്വാദനം അത് പാവപ്പെട്ടവനെ സഹായിക്കുന്നിടത്താകണം. ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് ജനസേവനങ്ങളിലാകണം. പള്ളിയിൽ വന്നിരുന്ന് നമസ്കരിച്ച് അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചെയ്യുമ്പോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോ കിട്ടുന്ന വല്ലാത്തൊരു സമാധാനമുണ്ട്. അത് ഓതുമ്പോ മാത്രമല്ല, ഓത്തു കഴിഞ്ഞാലോ സമാധാനം ഉണ്ടാവും. ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ആസ്വാദനത്തിന്റെ എത്രയോ ഇരട്ടി ആ തെറ്റു ചെയ്തതിന് ശേഷമുള്ള അയാളുടെ കുറ്റബോധം, അയാളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഭയാനകമായിട്ടുള്ള എന്താ പറയാ, ഒരു ഡിപ്രഷൻ മോഡുണ്ട്, ഒരു തരം മാനസിക സംഘർഷമുണ്ട്. അല്ലേ? ഖുർആൻ ഓതി ജീവിച്ച ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലഹരി ഉപയോഗിച്ച് എത്രയോ മനുഷ്യർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വൃത്തികേടുകളിലകപ്പെട്ട എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നല്ല വിശ്വാസവുമായി ജീവിക്കുന്ന ഒറ്റ മനുഷ്യനും ആത്മഹത്യയിലേക്ക് പോകില്ല. കാരണം ആരാധന നിർവഹിക്കുമ്പോ മാത്രമല്ല, അത് കഴിഞ്ഞാലും മനുഷ്യന് സമാധാനമാണ്. അതിൽ ആസ്വാദനം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ നൈമിഷികമായ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോകുന്നവനല്ല. ആരാണ് ബുദ്ധിമാൻ? 10 മിനിറ്റ് ആസ്വാദനം കിട്ടുന്ന ലഹരിയുടെ പിന്നാലെ പോകുന്നവനല്ല ബുദ്ധിമാൻ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു എന്താ പറയാ ആഘോഷത്തിന്റെ പിറകെ പോയി അവിടെ കിട്ടുന്ന അനിസ്ലാമികമായ ചിന്തകളുടെ പിന്നാലെ പോയി കിട്ടുന്ന ചെറിയ ആസ്വാദനത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്നവനല്ല ബുദ്ധിമാൻ. പ്രവാചകൻ നാളേക്കു വേണ്ടി അധ്വാനിക്കുന്നവനാണ് ബുദ്ധിമാൻ. തന്റെ ജീവിതത്തെ അല്ലാഹുവിന് വിധേയപ്പെടുത്തുകയും നാളെ മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി ആരാണോ പണിയെടുക്കുന്നത് അവനാണ് ബുദ്ധിമാൻ. ഇത് നൈമിഷികമാണ്. ഇത് കുറഞ്ഞ സമയമുള്ളൂ. ഇത് പെട്ടെന്ന് അവസാനിക്കും. ഇത് വളരെ പെട്ടെന്ന് അവസാനിക്കും. അല്ലേ? ദുനിയാവ് എന്ന് പറഞ്ഞ എത്രയുള്ളൂ സുഹൃത്തുക്കളെ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ഉദാഹരണം, ഞാനിട്ട് കുപ്പായം ഞാൻ അഴിച്ചു മാറ്റുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ആരുമില്ല. എപ്പോഴും സംഭവിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കണ്ടിരുന്നു. എന്തറിയോ, ഒരു ഹോട്ടലിൽ കയറി അവിടെ 2 ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു. വെയിറ്റർ വന്ന് ഭക്ഷണത്തിന്റെ ഓർഡർ എടുത്ത് തിരിച്ചുപോയി. എന്നിട്ട് ഭക്ഷണം അയാളുടെ മുന്നിലെത്തുന്നതിന് മുമ്പ് ആ ഭക്ഷണ കസേര, ഡൈനിങ് ടേബിളിന്റെ മുന്നിലുള്ള കസേരയിൽ അയാൾ കുഴഞ്ഞു വീണു. ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കാനുള്ള അവസരം വരുന്നതിന് മുമ്പ് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. എന്താ കാരണം? ഒരു കാരണമില്ല. എനിക്ക് രോഗമില്ലല്ലോ, ഞാൻ യുവാവല്ലേ, ഞാൻ ആരോഗ്യമുള്ള ആളല്ലേ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊന്നും ഒരു ന്യായമല്ല. ഏതു സമയത്തും അവസാനിക്കുന്നതാണ് ഈ ജീവിതം. എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിലേക്ക് മരണം കടന്നു വരും. അതുകൊണ്ട് അതിനു മുമ്പ് മരണത്തിനപ്പുറമുള്ള അനന്തമായ ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ. നൈമിഷികമായ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോകുന്നവനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരം ഒരു ജീവിതത്തിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു.
അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, പലപ്പോഴും ആസ്വാദനങ്ങളുടെ പുറകെ പോകുന്നവരായി ആളുകൾ മാറുകയാണ്. എന്ന് വളരെ ഗൗരവമുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ശ്രമിച്ചത്. നമ്മൾ നാട്ടിൽ നടക്കുന്ന എല്ലാ വൃത്തികേടുകളുടെയും പിന്നാലെ പോകേണ്ടവരല്ല. നമ്മൾ ഗെയിമുകളുടെ, ഫോൺ അഡിക്ഷന്റെ ഒന്നും പുറകെ പോകേണ്ടവരല്ല. നമ്മൾ ജീവിതത്തെ നന്മയിലേക്ക് ചേർത്തു വെക്കേണ്ടവരാണ്. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകണം. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോൾ എഴുന്നേൽക്കുന്നു, അവർ എഴുന്നേറ്റാൽ പിന്നെന്തു ചെയ്യുന്നു. ഇങ്ങനത്തെ അടുക്കും ചിട്ടയുമില്ലാത്തൊരു ലൈഫാണ് നമ്മുടെ മക്കൾക്കെങ്കിൽ, പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കെങ്കിൽ, ജീവിതം ഒരു വലിയ പരാജയമാണ്. അത് ചെയ്തോ എന്ന് ചോദിക്കാൻ ഒരു ഷെഡ്യൂൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടുത്തെ ഒരു ആസ്വാദനങ്ങളുടെ പുറകെ പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സംഭവിക്കുന്ന ഏറ്റവും ഭീമമായ നഷ്ടം എന്താണ്? ഏറ്റവും വലിയ ആസ്വാദനങ്ങളെ നമുക്ക് നഷ്ടപ്പെടുന്നു. ഞാൻ രണ്ട് ഹദീസ് പറഞ്ഞ് ഒരു ആയത്തും പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഖൈദു സൗതി അഹദികും ഫിൽ ജന്നതി ഖൈറും മിനദ് ദുനിയാ വമിസ്ലുഹാ മഅഹാ. നിങ്ങളുടെ കയ്യിലെ ചാട്ടവാർ, അല്ലാഹുവിന്റെ റസൂൽ പറയാം, നിങ്ങളുടെ കയ്യിലെ ചാട്ടവാർ വെക്കാനുള്ള ഒരു സ്ഥലം, സ്വർഗത്തിലെ ഒരു ഇടം, അത് ദുനിയാവും അതിന്റെ ഇരട്ടിയുമുള്ളതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ്. രണ്ട് ദുനിയാവിനേക്കാൾ ഇവിടുത്തെ മാക്സിമം ആസ്വാദനങ്ങൾ എടുക്കും. ഇവിടുത്തെ പരമാവധി ഒരു മനുഷ്യന് ചെയ്യാവുന്ന ആസ്വാദനം എന്താണ്? ദുനിയാവ് സ്വർഗാണെങ്കിലും സ്വർഗത്തിൽ ഇവിടുത്തെ ഒരു ചാട്ടമാർ വെക്കാനുള്ള സ്ഥലം, സ്വർഗത്തിലെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രണ്ട് ദുനിയാവിനേക്കാൾ ഉത്തമമാണെന്ന് പറഞ്ഞു. നമ്മുടെ മുന്നിലുള്ള രണ്ട് ദുനിയാവിനേക്കാൾ ഉത്തമമാണെന്ന് പറഞ്ഞു. അത് നഷ്ടപ്പെടുത്തി നൈമിഷികമായ ചിന്തകളുടെ, ദേഹേച്ഛകളുടെ പിന്നാലെ പോകുന്നവനേക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ സുഹൃത്തുക്കളെ ആരാണുള്ളത്? അതിനേക്കാൾ വലിയ ദൗർഭാഗ്യവാൻ ആരാളുള്ളത്? നിങ്ങൾ നോക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഇച്ഛകളെ പിടിച്ചു കെട്ടാനാണ് പരിശ്രമിക്കേണ്ടത്. നമ്മുടെ അനാവശ്യമായ ചിന്തകളെ പിടിച്ചു കെട്ടാനാണ് പരിശ്രമിക്കേണ്ടത്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇതിന്റെ ദീൻ എന്താണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഇതിന്റെ മതം എന്താണ്? ഇത് റബ്ബ് എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടോ? കൂട്ടുകാരൻ നിർബന്ധിക്കുമ്പോ, സഹപ്രവർത്തകർ നിർബന്ധമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോ, അല്ലെ, നാട്ടിലെ പലരും നീ ഇതൊന്നും ചെയ്യാത്ത എന്തു തന്തവൈബിന്റെ ആളാണെന്ന് ചോദിച്ച് നമ്മെ പരിഹസിക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ പോയിന്റാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിത് അനുവദിച്ചു തന്നിട്ടുണ്ടോ? എന്റെ മതം എന്ത് പറയുന്നു? എന്റെ റബ്ബ് എനിക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിൽ എന്നെ പരിഗണിക്കുക? അങ്ങനെ ആ ഒരു ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിട്ട്, അല്ലെ, തന്റെ ആ നിലക്കുള്ള ചിന്ത, ആസ്വാദനങ്ങളെ പിടിച്ചു കെട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ പടച്ചോന്റെ കോടതിയിൽ അവന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെട്ട് സ്വന്തം ദേഹേച്ഛകളെ ആരാണോ തടഞ്ഞു വെച്ചത്, സ്വർഗം അവന്റെ വാസസ്ഥലമാണ്, അവന്റെ സങ്കേതമാണ്. അള്ളാഹു ആ സ്വർഗം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകുമാറാകട്ടെ, പ്രയാസങ്ങൾ ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. നമ്മുടെ പള്ളിയിൽ സ്ഥിരം വരുന്ന ദഅവാ സംവിധാനങ്ങളോടൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൾ ഒരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അമൃത ഹോസ്പിറ്റലിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ പലപ്പോഴും വരാറുള്ള മറ്റൊരു സഹോദരൻ പെട്ടെന്ന് ഇന്നലെ കുഴഞ്ഞു വീണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി പെരിന്തൽമണ്ണയിൽ ഒരു ഹോസ്പിറ്റലിലാണെന്ന് പ്രാർത്ഥിക്കാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു രണ്ടുപേർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പൂർണ്ണ സുഖം പ്രാപിച്ച് നമ്മോടൊപ്പം ചേരാൻ അള്ളാഹു ആ സഹോദരിയെയും ആ സഹോദരനെയും ആ നിലക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഫാഉൻ ആജിലിനെ രണ്ടുപേർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ
والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.